ഹരി ഓം. ഇന്ന് 12ാമത്തെ ചാപ്റ്ററായ ഭക്തിയോഗത്തിനെ കുറിച്ച് ഞാൻ ഇനി ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്തില്ല. നമ്മുടെ സ്വാമിജി സുധീർ ചൈതന്യജി എല്ലാവർക്കും അറിയുന്ന ആളാണ്. ചിന്മയ മിഷനിൽ നിന്ന് നമുക്ക് ഇത്രയും നാള് 11 ചാപ്റ്റർ വരെ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അരമണിക്കൂർ 7 മണിയിൽ നിന്ന് 7:30 വരെ നമുക്ക് 12ാമത്തെ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നു. അതിനായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. ഓം 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 സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മ വിദ്വരം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം വാർധായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 12ാം അധ്യായമാണ് ചർച്ച ചെയ്യുക. അരമണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു 3-4 മിനിറ്റ് കളയുകയും ചെയ്തു. ഞാൻ 7:30 ആയിരിക്കും ഇന്ന് എൻ്റെ പ്രഭാഷണം എന്ന് വിചാരിച്ചിട്ട് 7:15 ജോയിൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴൊരു ക്ലാസ് ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ഒരു താമസമാണ്. അപ്പൊ അതിനെ ആദ്യം താമസിച്ചു വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഭക്തിയോഗമാണ് വിഷയം. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഭഗവത്ഗീതയിലെ ഭക്തിയോഗം. എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഭക്തിയോഗവും വളരെ വളരെ പ്രധാനമാണ്. ഏറ്റവും ചെറിയ അധ്യായമാണ്. ഭഗവത്ഗീതയില് 2 അധ്യായങ്ങൾക്കാണ് 20 ശ്ലോകങ്ങൾ ഉള്ളത്. അതില് 15ാം അധ്യായത്തില് വൃത്തത്തിന്റെ വ്യത്യാസമുള്ള കാരണം ചില ശ്ലോകങ്ങൾ വലുതാണ്. ഭക്തിയോഗത്തില് എല്ലാം ഒരേപോലെ തന്നെ അനുഷ്ഠിപ്പിൽ തന്നെ ആയത് കാരണം ഏറ്റവും ചെറിയ അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം ഭക്തിയോഗം. പക്ഷെ ഏതൊരു സിനിമയിലെ ഡയലോഗ് പറയുന്ന കണക്ക് എന്താണ്, ഏറ്റവും ചെറുതാണെങ്കിലും സിമ്പിൾ ആണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് ഭക്തിയോഗം. ഈ ഭക്തിയോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ട് ഈ അധ്യായം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായി എന്ന് ആലോചിക്കും. അപ്പൊ എന്തായാലും 11 അധ്യായം എന്നാണ് 12 അധ്യായത്തിന് കാരണം. അല്ലെങ്കിൽ 9ാം അധ്യായം മുതലുള്ള തുടർച്ചയാണ്. ഈ 9ാം അധ്യായത്തിൽ ഭക്തിയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. 10ല് വിഭൂതി യോഗവും 11ല് വിശ്വരൂപ ദർശന യോഗവും നമ്മൾ കണ്ടു. അപ്പൊ അതിലെ വിഭൂതി യോഗത്തിന്റെ സമയത്താണോ വിശ്വരൂപ ദർശന യോഗത്തിന്റെ സമയത്താണോ എന്ന് അറിയില്ല. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 12ാം അധ്യായത്തിൽ ഇതിന്റെ ബാക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അർജുനനോട് ഭഗവാൻ എല്ലായിടത്തും എന്നെ കാണൂ, എല്ലാ വിഭൂതി ദർശിച്ച് അതിൽ കൂടെ എന്നെ അറിയൂ എന്നെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം ഭഗവാന്റെ ആ വിശ്വരൂപം കാട്ടിക്കഴിഞ്ഞ സമയത്ത് അർജുൻ ഒരു സംശയം ഉണ്ടായി എന്നാണ്. എന്ത്? ഞാൻ ഏത് രീതിയിൽ ഭഗവാനെ ആരാധിക്കണം? അതായത് ഞാൻ ഭഗവാനെ ഈ വിശ്വരൂപത്തിന്റെ രീതിയിൽ ആരാധിക്കണോ, അതായത് സഗുണമായിട്ട് ആരാധിക്കണോ, അതോ നിർഗുണമായി ആരാധിക്കണോ? അപ്പൊ ഈ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ കാലത്തും വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ മതത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക് തിരിയുന്ന ആളുകളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരു ചോദ്യമാണ്. എന്ത്? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ എന്ന് നിങ്ങൾ പറയുന്ന ആ ഭഗവാനെ
ക്ഷേത്രത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? അത് പറ്റിപ്പീരല്ലേ, കള്ളത്തരല്ലേ, ഉടായിപ്പല്ലേ എന്നെല്ലാം ചോദിക്കുന്ന ഒരു തലം. അതല്ല എങ്കിൽ ഈ ക്ഷേത്രമൊക്കെ അല്ലേ ഏറ്റവും നല്ലത്, ഇവിടെ നമുക്ക് ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യം. ഇതിന്റെ കൺഫ്യൂഷൻ ഏത് സമയവും ഭക്തന്മാരുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപാസകന്മാരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനഃപൂർവ്വം കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൺഫ്യൂഷനുമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അർജുനൻ ചോദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചോദിച്ചാൽ, അർജുന ഒന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്ന കണക്ക്, ഭഗവാനെ രണ്ടു തരം ഭക്തന്മാരാണല്ലോ. ഏതൊക്കെയാ? ചില ആളുകള് അങ്ങയെ നിരന്തരം ഉപാസിക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഉപാസിക്കുന്നുണ്ട്? 11ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ സഗുണമായിട്ട്, ആ രൂപി സഹിതമായിട്ട് ഉപാസിക്കുന്നുണ്ടല്ലോ. ആളുകള് നിർഗുണ ഉപാസന ചെയ്യുന്നുണ്ടല്ലോ. ഇവരിൽ ആരാണ് ശ്രേഷ്ഠന്മാർ? ഇതാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് സഗുണ ഉപാസന, നിർഗുണ ഉപാസന എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായാൽ നന്നായി. അറ്റ്ലീസ്റ്റ് ഉപാസന എന്താണെന്നൊരു ധാരണ ഉണ്ടായാൽ നന്നായി. അപ്പം ഇതിന് നമ്മുടെ ഭാരതത്തിലെ ഉപാസനാ സമ്പ്രദായത്തിനെ പറ്റി നമ്മൾ അറിയണം. അപ്പൊ ആദ്യം എന്താ ഉപാസന എന്ന് കാണാം. എന്താ ഉപാസന? അടുത്തിരിക്കുക എന്ന് പറയില്ലേ, ഉപാസനം, അടുത്തിരിക്കുക എന്ന്. അപ്പൊ വെറുതെ അടുത്തിരിക്കലല്ല. പിന്നെയോ ആചാര്യൻ പറയും, ശങ്കരാചാര്യ സ്വാമികള് ഭാഷ്യത്തിൽ പറയും, ദീർഘകാലം നിരന്തരം ഏകചിന്തയോടുകൂടി തൈലധാരവത്ത് ഭഗവാനോട് ചേർന്നിരിക്കും. എന്താ? ദീർഘകാലം ഇരിക്കും. ഒരു ദിവസം ചെയ്യുന്ന പരിപാടിയല്ല, ദീർഘകാലം, നിരന്തരം, മാസത്തിൽ ഒന്ന്, അങ്ങനത്തെ ലൈനിലല്ല. എന്തൊട്ട് തുടങ്ങി, പക്ഷെ മാസത്തിൽ ഒന്ന് വെച്ചിട്ടുള്ള പരിപാടിയല്ല. പിന്നെയോ നിരന്തരം, പിന്നെയോ ഏകചിന്തയോടുകൂടി, വേറെ ഡിസ്ട്രാക്ഷനുള്ള തോട്ട്സുകളൊന്നും ഇല്ലാതെ ഒറ്റ ചിന്തയോടുകൂടി തൈലധാരവത്, അതായത് ആ ആ ഒരു എന്താ എണ്ണയോ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒഴുകത്തില്ലേ, അജ്യധാരയാ സ്രോതസാ സമം എന്ന് ഉപദേശസാരത്തിലൊക്കെ പറയുന്നത് പോലെ ഇടമുറിയാത്ത രീതിയിലുള്ള ചിന്തകളോടുകൂടി ഞാൻ എൻ്റെ ഔപാസ്യ വസ്തുവിലേക്ക് എൻ്റെ മനസ്സിനെ ഉറപ്പിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. ഈ ഉപാസനയെ ആചാര്യന്മാര് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് എന്താ? ഒന്ന് സഗുണ സാകാര ഉപാസന, ഒന്ന് നിർഗുണ നിരാകാര ഉപാസന, സഗുണ സാകാര ഉപാസന, സഗുണ നിരാകാര ഉപാസന, നിർഗുണ നിരാകാര ഉപാസന. കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം? ഉണ്ടെങ്കിലും തലവിലിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓടിച്ചു വിടാം, അതുകൊണ്ടാണ്. ഓക്കെ, എന്താ സഗുണ സാകാര ഉപാസന? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ രൂപങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള ആ ഭഗവാനെ ആചാര്യന്മാര് ശാസ്ത്രവിധി പ്രകാരം എന്റെ മുമ്പിലേക്ക് ഒരു രൂപവും ഒരു ഗുണവും സഹിതം കൽപ്പിച്ചു തരും. എങ്ങനെ? അത് ഞാൻ ഗണേശനെ ഉപാസിക്കാം. അപ്പൊ ഗണേശൻ എന്ന് ഞാനിവിടെ പറഞ്ഞ ഉടൻ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആര് വരും? ഗണേശൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭഗവാൻ ഗണപതി മനസ്സിൽ വരണമെന്നാണ്. എന്താ? ഭഗവാന്റെ ആ ഒരു ആനയുടെ രൂപം, തുമ്പിക്കയ്യ്, കൊടവയറ്. ഭഗവാന്റെ ഗുണം എന്താ? വിഘ്നനാശനാണ്. അതേപോലെ സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മനസ്സിൽ വെള്ള സാരി ഉടുത്ത് താമരയിൽ ഇരിക്കുന്ന ഹംസവാഹിനിയായിട്ടുള്ള ആ സരസ്വതി ദേവിയുടെ രൂപം വരുന്നു. എന്താ ഗുണം? നമ്മൾ പറയും വിദ്യയുടെ അധിഷ്ഠാനമാണ്. അപ്പൊ ആചാര്യന്മാര് ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ രൂപസഹിതമായിട്ട് ഗുണസഹിതമായിട്ട് എന്തിനെ വെച്ച് തന്നു? ആ പരമാത്മ തത്വത്തിനെ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. ഇത് സഗുണ സാകാര ഉപാസന. ഇതിൽ നിന്ന് ഉയർന്ന് നമുക്ക് സഗുണ നിരാകാര ഉപാസനയിലേക്ക് കടക്കാൻ പറ്റും. ഒരു രൂപത്തിന് സഹായമില്ലാതെയും എനിക്ക് ഭഗവാനെ പിടിക്കാൻ പറ്റും. എങ്ങനെയാ? ആ ഭഗവാൻ ആരാണ്? എല്ലാ രൂപങ്ങൾക്കും അതീതനായിട്ടുള്ള, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തിമാനായിട്ടുള്ള, സർവാന്തര്യാമിയായിട്ടുള്ള എന്ന് പറയുമ്പോ എന്താ? ഗുണമുണ്ട്, പക്ഷെ ഒരു രൂപമില്ല. ആ ഈശ്വരനെ പറ്റി പറയുമ്പോൾ എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള. പിന്നെയോ ഇതിന്റെ അടുത്ത തലമാണ് സഗുണ നിർഗുണ നിരാകാരം. എല്ലാ രൂപങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾ. അപ്പം ഇതിലേതാണ് മികച്ചത്? സഗുണ ഉപാസനയാണോ മികച്ചത്? നിർഗുണ ഉപാസനയാണോ മികച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം സഗുണ സാകാരത്തിനെയും സഗുണ നിരാകാരത്തിനെയും ഞാൻ ഒരുമിച്ച് സഗുണ ഉപാസന എന്നും നിർഗുണ ഉപാസനയും നിർഗുണ ഉപാസന എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് മികച്ചത് എന്നാണ് ചോദ്യം. അതായത് നമ്മളോട് ചോദിക്കുകയാണ്, ക്ഷേത്രത്തിലൊക്കെ പോയി ഭജനയൊക്കെ ചൊല്ലി രാമനാമം ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്?
ഇതൊക്കെ ഉപേക്ഷിച്ച് നേരെ ഹിമാലയത്തിൽ പോയി കണ്ണടച്ച് അവിടെ ഇരുന്ന് നിർഗുണ ധ്യാനം ചെയ്യുന്നതാണോ നല്ലത്? ആരാ അതിൻ്റെ അകത്ത് നല്ലതാരാ? ആരാ നല്ലത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്ത് വരണ്ട. സത്യത്തില് ആരാ നല്ലതെന്ന് വെച്ചാൽ നമുക്കും ഒരു കൺഫ്യൂഷനാണ്. ഭഗവാനെ, ഇതിന്റെ അകത്ത് ഏതാ മികച്ചത്? ഈ അമ്പലത്തിലൊക്കെ പോകുന്ന അവിടെ പോയി ഭജനയൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഇന്ന് രാമായണം വായിക്കുന്ന ഇതാണോ നല്ലത്? അതോ ഇതൊക്കെ മാറിയിട്ട് എന്താണ് അങ്ങ് ഹിമാലയത്തിൽ പോയിട്ട് എന്താണ് നിർഗുണ നിരാകാരമായിട്ടുള്ള ഈശ്വരനെ തപസ് ചെയ്യുന്നതാണോ നല്ലത്? ഭഗവാൻ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മറുപടി പറയും. രണ്ടാമത്തെ ശ്ലോകത്തില് സഗുണ സാകാര അല്ലെങ്കിൽ സഗുണ ഉപാസനയെ പറ്റി ഉത്തരം പറയും. 3, 4 ശ്ലോകത്തില് നിർഗുണ ഉപാസനയെ പറ്റി ഉത്തരം പറയും. എന്താണ്? മയ്യാവേശ്യ മനോയേമ നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോ വേദാഹ തേമേ യുക്തതമാമത. എന്തൊക്കെയാ 3 കാര്യങ്ങള്? മയി മനഃ ആസക്ത, എന്നിൽ തന്നെ മനസ്സിനെ ഏകാഗ്രതയോടെ ഉറപ്പിച്ച് നിത്യയുക്തനായിട്ട് എന്നോട് തന്നെ ചേർന്നിരിക്കുന്ന, എന്നിൽ പരമമായിട്ടുള്ള ശ്രദ്ധയുള്ള ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാനിൽ ഏകാഗ്രത വേണം, ഭഗവാനോട് ചേർന്നിരിക്കണം, അതേപോലെ ഭഗവാനിൽ പരമമായിട്ടുള്ള ശ്രദ്ധയുള്ള ഉപാസകൻ, സഗുണ ഉപാസകൻ എന്നിലെത്തും. 3 ഗുണങ്ങൾ. ഒരു ഉപാസകന് വേണ്ട 3 ഗുണങ്ങൾ എന്തൊക്കെയാ? ഈ 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് വേണം. എന്തൊക്കെയാണ്? ഭഗവാനിൽ ശ്രദ്ധ, ഏകാഗ്രത വേണം. ഏകാഗ്രത വേണം. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എവിടൊക്കെയായിരിക്കും? ദൈവത്തിനറിയാതാ എവിടൊക്കെയോ പോകുന്ന. ഇല്ലില്ല, ഞാൻ ഭഗവാനെ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഭഗവാനിൽ തന്നെ ശ്രദ്ധ. പിന്നെയോ ശ്രദ്ധ എന്ന് വെച്ചാൽ ഏകാഗ്രത. പിന്നെയോ ഭഗവാനോട് ചേർന്നിരിക്കണം, നിത്യയുക്തനായിട്ടിരിക്കണം. അതേപോലെ തന്നെ എന്ത് വേണം? ഭഗവാനില് പരമമായിട്ടുള്ള വിശ്വാസം വേണം, പരമശ്രദ്ധ വേണം. ഇങ്ങനെയുള്ള ആളുകള് സഗുണോപാസകർ എന്നിലെത്തും. അപ്പോഴും നിർഗുണോപാസകർ എന്നിലെത്തില്ല. അർജുനർക്ക് ഭഗവാൻ പറയും നിർഗുണോപാസകരും എത്തൂടാ. നിർഗുണോപാസകരും എത്തും. എങ്ങനെയുള്ളവരാണ്? സന്യമ്യേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാ. ഇവർക്ക് 3 ക്വാളിറ്റീസ് ഉണ്ട്. എന്താണ്? സർവഭൂതഹിതേരകന്മാരായിരിക്കണം. എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതുന്ന, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിട്ടൊക്കെയിട്ടുള്ള, സർവത്ര സമബുദ്ധിയുള്ള, എല്ലായിടത്തും ആ ഭഗവാനെ തന്നെ ദർശിക്കാൻ കഴിയുന്ന, സമത്തിനെ ദർശിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആളുകൾക്ക് അവര് എന്നിലെത്തും. ഇത് നിർഗുണ ഉപാസകരെ പറ്റി പറയുന്നതാണ്. അവര് ഉപാസിക്കുന്നതായിട്ടുള്ള അക്ഷര ബ്രഹ്മത്തിനെ പറ്റിയിട്ടാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് തീരുമില്ല ഈ പരിപാടി. അതുകൊണ്ട് പക്ഷെ എന്താ ഓർത്തു അർജുന, സഗുണ ഉപാസകനും നിർഗുണ ഉപാസകനും എന്താണ്? എന്നിലെത്തും. അങ്ങനാണോ? പക്ഷെ ഇതത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് നിർഗുണോപാസനയിലേക്ക് പിടിച്ചാലോ? ഭഗവാൻ പറയില്ല. ക്ലേശോ അധികനസ്തേഷ അവ്യക്താസക്ത ചേതസാം. സഗുണോപാസന ചെയ്യാതെ നിർഗുണോപാസന ചെയ്യുന്ന ഭക്തന്മാർക്ക് ക്ലേശം അധികമായിരിക്കും. സഗുണോപാസന ചെയ്യാതെ നിർഗുണോപാസന ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലേശോ അധികതരഹ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ചോദിച്ചാല്, LP സ്കൂളാണോ UP സ്കൂളാണോ ഹൈസ്കൂളാണോ നല്ലത്? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണോ നല്ലത്? 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ മതി. 1 ഇങ്ങനെ, 10 ഇങ്ങനെ. എങ്ങനെ കാണിച്ചാൽ? ചില ആൾക്കാർ പറയും 1 പറയും, ചില ആൾക്കാർ 10 പറയും. അങ്ങനല്ല, നമ്മൾ എല്ലാവരും എല്ലാ ക്ലാസ്സിലും പഠിക്കണം. 1-ാം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഞാൻ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുവോ? ഇല്ലില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് പോകണം, 2-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്ക് പോകണം, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞിട്ട് ഞാൻ 10ലേക്കും പോകണം. 10-ാം ക്ലാസ്സും ആവശ്യമാണ്. പക്ഷേ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ് വരെ പഠിക്കും 10-ാം ക്ലാസ്സിലേക്ക് നേരിട്ട് വന്നാലോ? ക്ലേശം കൂടുതലായിരിക്കും. ഇല്ലേ? പ്രിൻസിപ്പാളിന്റെ മോന എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ എഴുതാതെ 10-ാം ക്ലാസ്സിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടു. ഇപ്പൊ പുതിയ നിയമം വരുന്നുണ്ടല്ലോ, 9-ാം ക്ലാസ് വരെയുള്ള ഓൾ പാസ് എടുത്ത് കളയാൻ പോവോ? കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേര് ഡിഗ്രിക്ക് വരുമ്പോൾ ഇവന്മാർക്ക് എഴുതാൻ പോലും അറിയില്ല. എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. കാര്യം എന്നാ? പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. പക്ഷെ സാധനയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താ? ഇവിടെ സഗുണ ഉപാസനയിൽ കൂടെ ഉയർന്നു വന്ന ഒരാൾക്ക് നിർഗുണ ഉപാസന ക്ലേശമില്ലായിരിക്കുള്ളൂ. ഇല്ലെങ്കിലോ അത് ക്ലേശം കൂടുതലായിരിക്കും. ഇനിയോ സഗുണോപാസനയിൽ കൂടെ കൃത്യമായിട്ട് നിർഗുണോപാസനയിലേക്ക് എത്തുന്ന ആൾക്ക് എന്ത് പറ്റും? അയാൾക്ക് എന്ത് പറ്റും? അയാളുടെ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട്, ഭഗവാനിൽ സമർപ്പിച്ചിട്ടായിരിക്കും അയാൾ ചെയ്യുക.
എല്ലാ കർമ്മങ്ങളും എന്താ അയാൾ ഭഗവാനിൽ സമർപ്പിച്ചിട്ടായിരിക്കും അയാൾ ചെയ്യുക. അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ് ലക്ഷ്യം? ഭഗവാനാണ് ലക്ഷ്യം. അതേപോലെ അയാൾ എപ്പോഴും ഭഗവാനെ പറ്റി തന്നെയായിരിക്കും ധ്യാനിക്കുക. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് സഗുണ ഉപാസനയിൽ കൂടെ ക്രമമായിട്ട് നിർഗുണ ഉപാസനയിലേക്ക് എത്തിയ ആള് അയാൾ എങ്ങനെയായിരിക്കും ഈ ലോകത്തിൽ ജീവിക്കുക? എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യും. അയാളുടെ ലക്ഷ്യം ഭഗവാനായിരിക്കും. അയാൾ ഏത് സമയം ഭഗവാനെ പറ്റി തന്നെ ധ്യാനിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറ്റും? അങ്ങനെയുള്ള ആളുകളെ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഉറപ്പായിട്ടും മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും. ഇതെന്റെ പ്രോമിസ്. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ പ്രതിജ്ഞ ചെയ്യുന്നത്? ഈ രീതിയിൽ സഗുണ ഉപാസനയിൽ കൂടെ നിർഗുണ ഉപാസനയിലേക്ക് ഉയർന്നെത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ ഒരു പടിപടിയായിട്ട് വരുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തും. ഇത് ഭഗവാന്റെ ഉറപ്പാണ്. ഇനി ഭഗവാൻ അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? ഭഗവാൻ ഭക്തിയുടെ അല്ലെങ്കിൽ ഉപാസനയുടെ പല തലങ്ങൾ കാണിക്കും. പല തലങ്ങൾ. ഈ തലം നിനക്ക് പറ്റുമോ? പറ്റിയില്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് തലം താഴോട്ട് ഇറങ്ങി വരൂ. അത് പറ്റിയില്ലെങ്കിൽ അതിന്റെ അടുത്ത തലത്തിലേക്ക് ഇറങ്ങി വരൂ. അത് പറ്റിയില്ലെങ്കിൽ അതിന്റെ അടുത്ത തലത്തിലേക്ക് ഇറങ്ങി വരൂ എന്ന് ഭഗവാൻ പറയും. അതാണ് അടുത്ത 3-4 ശ്ലോകങ്ങൾ. 8ാമത്തെ ശ്ലോകത്തിൽ പറയും, നീ നിന്റെ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ സമർപ്പിക്കൂ. അങ്ങനാണെങ്കിൽ പിന്നെ നീ എന്നിൽ തന്നെയായിരിക്കും വസിക്കുക. മയ്യേവ മനാധസ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയം. അതായത് ഭഗവാനോട് പറയാണ്, എടാ എല്ലാ രൂപങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള ആ ഭഗവാനിൽ നീ നിന്റെ എന്താണ് മനസ്സിനെയും ബുദ്ധിയെയും, മനസ്സിനെയും ബുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ സ്നേഹത്തിനെയും ബഹുമാനത്തിനെയും നീ ചേർത്ത് വെക്കും. ചേർത്ത് വെച്ചാൽ പിന്നെ നീ എന്താവും? നീ എന്നോട് തന്നെ ചേർന്നിരിക്കുകയായിരിക്കും ചെയ്യും. എന്താ പറഞ്ഞേ? ഇതിനെയാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയാം. കാര്യം എന്നാ? നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഭഗവാനോട് ചേർത്ത് വെക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയാം. അപ്പൊ ആ യഥാർത്ഥ ഭക്തി ഉള്ളപ്പോൾ എന്ത്? ഞാൻ ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ അനന്യ ഭക്തി ഉള്ളപ്പോ പിന്നെ നീ എന്നിൽ തന്നെ, ഞാൻ തന്നെ ആയിരിക്കും നീ. അർജുൻ ഇങ്ങനെ വാ വിളിച്ചിരിക്കുക. ഇവിടെ ചില ആൾക്കാരൊക്കെ വാ വിളിച്ചിരിക്കുന്നവരൊക്കെ അർജുൻ, ഈശ്വര എന്താണിത്? അപ്പൊ ഭഗവാൻ പറയും, നിനക്ക് ഇപ്പോഴത്തെ അവസ്ഥയില് എന്നെ തന്നെ എന്നിലോട്ട് ചേർന്നിരിക്കാൻ ചിലപ്പോ പറ്റുന്നില്ലായിരിക്കും. അങ്ങനാണെങ്കിൽ നീ എന്ത് ചെയ്യുക? അടുത്ത ശ്ലോകത്തിലേക്ക് ഭഗവാൻ പറയും, അധചിത്തം സമാധാതും നശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അല്ലേ അർജുന, നിനക്ക് നിന്റെ ചിത്തത്തെ, മനസ്സിനെ സ്ഥിരമായി എന്നിൽ നിർത്താൻ പറ്റുന്നിരിക്കട്ടെ. ആ രൂപത്തിനൊക്കെ അതീതനായിട്ടുള്ള ഭഗവാനിൽ നിർത്താൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ നീ എന്ത് ചെയ്യൂ? അഭ്യാസയോഗം കൊണ്ട് എന്നിൽ ചേരാൻ ശ്രമിക്കൂ. എന്താ അഭ്യാസയോഗം? മനസ്സിനെ അഭ്യസിപ്പിക്കണം. മനസ്സിന് നമ്മൾ ഭഗവാന്റെ ഒരു രൂപത്തിനെയും ഗുണത്തിനെയും നൽകിക്കൊണ്ട് എന്താണ് മനസ്സില് ധ്യാനം ഇത്യാദി കാര്യങ്ങൾ ചെയ്യണം. ഭഗവാന്റെ ലീലാധ്യാനം, ഭഗവാന്റെ ആ ലീലകൾ മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. എന്നിട്ടോ ഭഗവാന്റെ ഒരു രൂപത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാന്റെ രൂപധ്യാനം ചെയ്യും. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? ഇപ്പൊ കണ്ണടച്ചിരുന്ന് ചെയ്യാൻ പറഞ്ഞേ ചില ആൾക്കാർക്ക് പറ്റും, ചില ആൾക്കാർക്ക് പറ്റത്തില്ല. കാര്യം എന്നാ? ആ ഒരു ശീലമില്ലേ നമുക്ക് ആ ഒരു ശീലമില്ല. ശീലമുള്ള ആൾക്കാർ കണ്ണടച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം മനസ്സിലേക്ക് കാണൂ എന്ന് പറയുന്നവർക്ക് കണ്ണടച്ച് നമ്മൾ ശ്രീകൃഷ്ണന്റെ രൂപം മനസ്സിൽ കാണുമ്പോൾ ചിലപ്പോ വീട്ടില് പൂച്ചക്കുട്ടിയുടെ പേര് കൃഷ്ണൻ എന്നായിരിക്കും. അപ്പൊ പൂച്ചയുടെ രൂപമായിരിക്കും ചിലപ്പോൾ മനസ്സിൽ കയറി വരിക. ചില ആൾക്കാർക്ക് അവർ ഉപാസിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപം തന്നെ വരും. ഇതിന് എന്താണ്? മനസ്സിനെ പരിശീലിപ്പിക്കണം. ഈ അഭ്യാസ യോഗം ചെയ്യണം. അർജുന, നിനക്ക് ആ രൂപത്തിന് അതീതനായിട്ടുള്ള ഭഗവാനിൽ മനസ്സിനെ വെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യൂ? എന്നോടുള്ള ചേർച്ചയെ കണ്ടുകൊണ്ട് മനസ്സിനെ അഭ്യസിപ്പിക്കൂ. ഇങ്ങനെ ഒരു രൂപത്തിനെയും ഗുണത്തിനെയും നൽകിയിട്ടുണ്ട്. അയ്യോ അതും പറ്റുന്നില്ല ഭഗവാനെ. അങ്ങനാണെങ്കിലോ 10ാമത്തെ ശ്ലോകം, അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമഭി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസയോഗത്തിന് നീ സമർത്ഥനല്ല എങ്കിൽ എന്ത് ചെയ്യൂ? എനിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നതിനായിത്തീരും. അതെന്താ സംഭവം? അഭ്യാസ യോഗത്തിന്റെ സമയത്ത് എന്റെ മനസ്സ് മാത്രമേ വർക്കാവുന്നുള്ളൂ. ഓക്കെ, എനിക്ക് 3 ഉപകരണങ്ങളാണ് എന്നാ.
ഞാൻ ഓടുവാണേ, എനിക്ക് അറിയാം 7:30 നിർത്തേണ്ടതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് 3 ഉപകരണങ്ങളാണ്. എന്താ 3 ഉപകരണങ്ങൾ? ഒന്ന് എന്റെ മനസ്സാണ്, വേറെ എന്റെ വാക്കാണ്, വേറെ എന്റെ ശരീരമാണ്. അപ്പൊ അഭ്യാസ യോഗത്തിന്റെ സമയത്ത് എനിക്ക് എന്റെ മനസ്സുകൊണ്ട് മാത്രമാണ് ഞാൻ ഭഗവാനെ പിടിക്കാൻ ശ്രമിച്ചത്. അത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് എന്താ, ചിലപ്പോ എന്റെ വാക്കുകൊണ്ടുകൂടെ ഞാൻ ശ്രമിക്കണം. എന്താ ഓം നമ ശിവായ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഭഗവാനെ മനസ്സുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വാക്കുകൊണ്ട് ഞാൻ പിടിക്കുന്നു. മനസ്സിലായി? അപ്പം ജപം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സും വാക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും. ഇനിയോ ചിലപ്പോ വാക്കും മനസ്സും മാത്രം പോരായിരിക്കും ചില ആൾക്കാർക്ക്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് വല്ലോടത്തും പോയില്ല. അപ്പൊ എന്ത് ചെയ്യുക? ആ മനസ്സിനെയും വാക്കിനെയും ശരീരത്തിനെയും ഒരേപോലെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എന്റെ 3 ഉപകരണങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പൂജാതി കാര്യങ്ങൾ ചെയ്യണം. ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യണം, പൂജാതി കാര്യം. അപ്പൊ എന്താ, എന്റെ മനസ്സും വാക്കും ശരീരവും ഒരേ കാര്യം ഭഗവാനിലേക്ക് വരും. പൂജാതി കാര്യങ്ങൾ ചെയ്യുക, തീർത്ഥയാത്രകൾ ചെയ്യുക, പാരായണാദികൾ ചെയ്യുക. ഇതൊക്കെ എന്താ, എന്റെ മനസ്സിനെയും വാക്കിനെയും ശരീരത്തിനെയും ഭഗവാനിലേക്ക് തിരിക്കുക. ആദ്യത്തേത് വളരെ സട്ടിലാണ്. അതിൽ നിന്നും കുറച്ച് സട്ടിലിറ്റി കുറഞ്ഞതാണ് മനസ്സുകൊണ്ട് മാത്രം പിടിക്കാൻ പറഞ്ഞത്. അതിൽ കൂടെ കുറച്ചും കൂടി സട്ടിലിറ്റി കുറഞ്ഞ് ഗ്രോസിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ്, ശരീരവും മനസ്സും വാക്കും കൊണ്ട് ശരീരവും വാക്കും മനസ്സും കൊണ്ട് ഭഗവാനെ പിടിക്കാൻ പറഞ്ഞു. ഇനിയോ ഇതിനും പറ്റുന്നില്ല എന്ന് വെച്ചോ, 11ാമത്തെ ശ്ലോകം. അതേതദപ്യ ശക്തോസി കർത്തും അദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തതഃകുര്യതാത്മാൻ. നിനക്ക് ഇതും ചെയ്യാൻ ശക്തനല്ല എന്നിരിക്കട്ടെ, നിന്നെ കൊണ്ട് ഈ 3 കാര്യങ്ങളും കൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അങ്ങനാണെങ്കിൽ നീ കർമ്മയോഗത്തിനെ ചെയ്യണം. ഇവിടെ കർമ്മയോഗത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്താണ്, സർവകർമ്മ ഫലത്യാഗം തതഃകുരു യഥാത്മവാൻ. എന്നോടുള്ള ചേർച്ചയെ നോക്കിക്കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സർവകർമ്മങ്ങളുടെയും ഫലത്തിനെ ത്യജിക്കും. നമ്മൾ 3ാം അധ്യായം പഠിച്ചാണ്. ആ സമയത്ത് നമ്മൾ കണ്ട 2ാം അധ്യായത്തിൽ തുടങ്ങിയതാണ്. അതായത് നമുക്ക് കർമ്മയോഗം ചെയ്ത് മനസ്സിന്റെ ആ ശുദ്ധി ഉണ്ടാക്കണം എന്നാണ്. ആ ശുദ്ധി ഉണ്ടാക്കിയാൽ എനിക്ക് എന്താ, ഉപാസനയ്ക്കുള്ള ദൃഢത വരും. ഇപ്പൊ എനിക്ക് മനസ്സുകൊണ്ട് മാത്രം ഭഗവാനെ പിടിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെയും വാക്കിനെയും കൂടെ കൂട്ടിയിട്ട് ഭഗവാനെ പിടിക്കാൻ പറ്റുന്നില്ല, മനസ്സും വാക്കും ശരീരവും കൊണ്ട് ഭഗവാനെ പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഭഗവാൻ പറയാണ്, നീ എന്നോടുള്ള ചേർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യൂ, നിന്റെ ശരീരം കൊണ്ട് പണിയെടുക്കൂ. ആർക്കായിട്ട്? എനിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കൂ. നീ എന്റെ കർമ്മത്തിനെ ത്യജിക്കൂ, കർമ്മയോഗം ചെയ്യൂ. വീണ്ടും കർമ്മയോഗത്തിനെ വീണ്ടും ചൊല്ലിക്കാം. പല അധ്യായത്തിലും വീണ്ടും വീണ്ടും കർമ്മയോഗം ചെയ്യാൻ പറയുക. എന്നിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് കർമ്മയോഗത്തിനെ പുകഴ്ത്തും. അതാണ് പറയുക, ശ്രവണ അഭ്യാസത്തിനേക്കാൾ എന്താണ് ഇവിടെ, ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാശാന്തിരനന്തരം. അതായത് ശ്രവണാഭ്യാസത്തിനേക്കാൾ മികച്ചത് എന്താണ്? മനനത്തിൽ കൂടെ കിട്ടുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? നിധിധ്യാസനത്തിൽ കൂടെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ കൂടെ കിട്ടുന്ന അറിവ്. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ മികച്ചതാണ് അർജുന നീ ചെയ്യുന്ന കർമ്മഫലത്യാഗം. അതായത് വലിയൊരു സാധകൻ ചെയ്യുന്ന ശ്രവണമന്ന നിധ്യാസനത്തിനേക്കാൾ മികച്ചതാണ് നമ്മളെ പോലുള്ള തുടക്കക്കാരായിട്ടുള്ള ആളുകള് ചിലപ്പോ എന്താണ്, കർമ്മഫലത്യാഗം ചെയ്തുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കും. അർജുന, അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, കർമ്മഫലത്യാഗത്തിൽ കൂടെ എന്ത് ചെയ്യൂ, കർമ്മയോഗം ചെയ്ത് ഈ സാധനാപദത്തിലേക്ക് കടക്കൂ. എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല ഭഗവാനെ, ഞാൻ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ പറയട്ടെ. നിനക്ക് മുമ്പേ നടന്നുപോയ ആൾക്കാരെ കണ്ടുപഠിക്കുക, അതാണ് ഏറ്റവും എളുപ്പം. ഓ അങ്ങനാണല്ലേ, അപ്പൊ എനിക്ക് ഭക്തി ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇറങ്ങി വരിക, അതൊന്നും എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നീ മികച്ച ഒരു ഭക്തനെ കണ്ടുപഠിക്കും. ആര് ഈ മികച്ച ഭക്തൻ? ഈ മികച്ച ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇനി വരുന്ന 3-4 ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിഃ യോ മദ്ഭക്തഃ സമേ പ്രിയഃ യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈഃ ഉക്തോ യസ്സ ച മേ പ്രിയഃ അനപേക്ഷ ശുചിർദക്ഷഃ
ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഹി യോമദ്ഭക്ത സമയപ്രിയ എന്ന് തുടങ്ങിയ ശ്ലോകങ്ങളില് ഭഗവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണ് എന്ന് കാണിച്ചു തരും. ആചാര്യന്മാര് പറയും എന്താണ്? സിദ്ധസ്യ ലക്ഷണാനി സാധകസ്യ സാധനാനി. സിദ്ധന്മാരുടെ ലക്ഷണം സാധകന്മാർക്ക് സാധനയാണ്. അപ്പം ഒരു ഭക്തന്റെ ഉത്തമ ഭക്തൻ എങ്ങനെയാണ്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച. നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? അദ്വേഷ്ട, എല്ലാ ജീവജാലങ്ങളോടും ദ്വേഷമില്ലാത്ത ഭാവം. സർവഭൂതാനാം മൈത്രി, പിന്നെ നിർമ്മമഃ, നിരഹങ്കാരഃ, സമദുഃഖം, സമ ദുഃഖ സുഖം, സുഖത്തിലും ദുഃഖത്തിലും സമഭാവന, ക്ഷമ, പിന്നെ എല്ലാത്തിലും പിന്നെന്താണ്? സന്തുഷ്ട, എപ്പോഴും സന്തുഷ്ട, യോഗിയായിരിക്കുക, യഥാത്മാവാനായിരിക്കുക, ദൃഢനിശ്ചയമുള്ളവനായിരിക്കുക, പിന്നെ എന്നിൽ തന്നെ എപ്പോഴും ചേർന്നിരിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ഭക്തനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയോ എല്ലാത്തിലും ഒരേപോലെ സമശത്രോജമിത്രേജ മാനാപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത. എല്ലാത്തിലും സമത്തിനെ ദർശിക്കുന്നതായിട്ടുള്ള ആ ഭക്തനെ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. പിന്നെയോ യോന ഹൃഷ്ടദിന ദ്വേഷ്ടി ശോചനിത കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യം. അതായത് ആര് ഇഷ്ടവസ്തു ലാഭത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ, അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കാതെ, ദുഃഖിക്കാതെ, ഭാഗ്യവസ്തുക്കളെ ആഗ്രഹിക്കുന്നില്ലയോ, നന്മതിന്മകളെ ഭേദഭാവനകളെ വിടിഞ്ഞ് ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ട. അതായത് സമഭാവനയോടുകൂടി എല്ലാവരുടെയും നന്മയെ കരുതി ഭഗവാനിൽ ഏകാഗ്രതയോടുകൂടി ഭഗവാനിൽ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ഒരു ഭക്തൻ, ആ ഭക്തനെ എനിക്കിഷ്ടമാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ ഒരു ഭക്തനെ കണക്കാകണം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും? ഏതു ധർമ്മ്യാമൃതമിതം ദോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാഹ ഭക്താസ്തേദീവമയപ്രിയാഹ. ഭഗവാൻ പറയും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഏതൊക്കെ പറഞ്ഞ കാര്യങ്ങള്? ആദ്യം നമ്മള് മൂന്ന് ഗുണങ്ങൾ കണ്ടു. ഭഗവാനിൽ പരമമായിട്ടുള്ള ഏകാഗ്രത, ഭഗവാനിൽ പരമമായിട്ടുള്ള വിശ്വാസം, ഭഗവാനോട് ചേർന്നിരിക്കുക. അതുമാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം, അവരുടെ ഹിതത്തിനെ കരുതി കഴിയുക, എല്ലാ സമബുദ്ധിയോടുകൂടി നോക്കിക്കാണുക, പിന്നെയോ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇടിച്ചടക്കുക. ഈ 6 ഗുണങ്ങള്. അതുമാത്രമല്ല ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയിട്ട്, എന്റെ ലക്ഷ്യം, ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം ഭഗവാനാണെന്ന് കരുതിയിട്ട്. നമ്മൾ ഏത് സമയവും ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് ഭഗവാനാണെന്ന് കരുതിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ആള്. ഇനിയോ ഈ പറഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളെയൊക്കെ സ്വന്തം ജീവിതത്തിൽ സാധനയായിട്ട് എടുക്കുന്ന ആള്, അയാള് എന്നിൽ തന്നെ എത്തിച്ചേരും. അയാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് പ്രിയമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഭക്തിയോഗത്തിനെ ഉപസംഹരിക്കും. എനിക്കറിയാം 100 സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നത് എന്ന്. പക്ഷെ വേറെ നിവർത്തിയിൽ 7:30 നിർത്തണ്ടേ, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ വീണ്ടും 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 കടന്നു പോകും. ഇതൊരു ചെറിയ അധ്യായം അല്ല, എണ്ണം വയസ്സ് ചെറിയ അധ്യായമായിരിക്കും. പക്ഷെ വളരെ 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 ആഴത്തില് നമുക്ക് കടക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അധ്യായമാണിത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഇത് വീണ്ടും മനനം ചെയ്യേണ്ടതായിട്ടുള്ള അധ്യായം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എനിക്കറിയാം ഞാൻ ഓടിച്ചു എന്ന്. ഹരി ഓം. ക്ഷമിക്കുക. ഹരിയും ഹരിയും സ്വാമിജി, ആ പൂനെയിലെ ഒരു പ്രോഗ്രാമിന് ഒരു 2 മിനിറ്റ് ഒന്ന് പറയാമോ? അവിടെ പൂനെയില് നമ്മള് നവംബർ 20, 21, 22 തീയതികളില് നമ്മുടെ ആശ്രമമുണ്ട്. അവിടെ വെച്ചിട്ട് മനസ്സാണ് വിഷയം എന്നുള്ള വിഷയത്തിനെ പറ്റി. എന്താ മനസ്സാണ് വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പറ്റിയിട്ടായിരിക്കും. മനസ്സാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ളതാണ്. അതിനെ എങ്ങനെ പിടിക്കാന്നുള്ളതൊക്കെയാണ് വിഷയം. അപ്പൊ മനസ്സാണ് വിഷയം എന്നുള്ളൊരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഒരു സാധനാ ശിബിരമാണ്. ഇതില് മനഃശോധനം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. സംസ്കൃത കൃതിയാണ്. അതിന്റെ പഠനമായിരിക്കും ഉണ്ടായിരിക്കാം 3 ദിവസം. അപ്പൊ ഇതിൻ്റെ അകത്ത് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ പാരായണ സെഷൻസുകൾ ഉണ്ടായിരിക്കും, ഭഗവത്ഗീത പാരായണം ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. അതല്ലാതെ വേറെ പല കൃതികളുടെ പാരായണം ഉണ്ടായിരിക്കും.
എന്താ ധ്യാന പരിശീലനം ഉണ്ടായിരിക്കും. ഇത്യാദി കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. 3 ദിവസത്തെ ക്യാമ്പിന് ശേഷം 23, 24 തീയതികളില് നമ്മള് ഒരു 3-4 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തീർത്ഥയാത്രയ്ക്ക് പോകുന്നുണ്ട്. അപ്പം അതൊരു ടൂറല്ല, തീർത്ഥയാത്രയാണ്. പഠനമാണ് നമുക്ക് പ്രധാനപ്പെട്ട മേഖല. പക്ഷെ പൂനെ വരെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 3-4 സ്ഥലങ്ങൾ കാണാം എന്നുള്ളതാണ്. ഏറ്റവും അവിടെ ചിന്മയാനന്ദ സ്വാമിജി ആദ്യമായിട്ട് ഭാഷണം നടത്തിയ രാസ്താപേട് എന്ന് പറയുന്ന അവിടെ ഒരു ഗണേശ ക്ഷേത്രമുണ്ട്. അവിടെ പോകുന്നുണ്ടായിരിക്കും. സന്ത് ജ്ഞാനേശ്വരും സന്ത് തുക്കാറാംജിയും ഇവർ രണ്ടുപേരുടെയും സ്ഥലങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ. സന്ത് ജ്ഞാനേശ്വർ അതേപോലെ സന്ത് തുക്കാറാം എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള മഹാത്മാക്കളാണ്. അവരുടെ സ്ഥലമാണ് ദേഹു, ആളന്തി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമ്മൾ തീർത്ഥയാത്ര പോകുന്നുണ്ടായിരിക്കും. മാത്രമല്ലാതെ വേറെ കുറച്ച് ക്ഷേത്രങ്ങളും പിന്നെ എന്താ ഒരു സാംസ്കാരിക സ്ഥലം എന്നുള്ള രീതിയിൽ ശിവജി മഹാരാജാവിന്റെ ഒരു കോട്ടയിലേക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കും. ഇതാണ് യാത്ര. 18-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് നിന്നൊരു ട്രെയിൻ ഉണ്ട്, പൂർണ്ണ എക്സ്പ്രസ്. അതില് ഇപ്പൊ ഒരു 10-35 പേര് ഓൾറെഡി ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. എന്താ അതില് ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതിൽ വരാം. അല്ലെങ്കിൽ പൂനെയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് എത്താം എന്നുള്ളതാണ്. ഈ ട്രെയിനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരാനുള്ള വ്യവസ്ഥ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വൈകുന്നേരം ഒരു 6:30 7 മണിയോടുകൂടി പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളെ കൊണ്ട് എത്തിക്കും. അപ്പൊ അവിടുന്ന് രാത്രി 11:30-ക്ക് ഒരു ട്രെയിൻ തിരിച്ച് കേരളത്തിലേക്കുണ്ട്. കുറച്ചാളുകൾ ട്രെയിനിൽ വരുന്ന ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ഭീമാശങ്കർ ഉൾപ്പെടുന്നില്ലായിരിക്കും. ഭീമാശങ്കർ ജ്യോതിർലിംഗമാണ്, അവിടെ പോകുന്നില്ലായിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് ഈ മഹാത്മാക്കളുടെ സ്ഥലത്താണ്. അതാണ് ഒരു തീർത്ഥയാത്ര. പിന്നെ വരുന്ന ആൾക്കാർ പ്രായമുള്ളവരെല്ലാവരും, കുറച്ച് കൂടുതൽ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അലച്ചിലുള്ള യാത്ര കാണില്ല. ഇതാണ് ആ പരിപാടിയെ പറ്റി ഏകദേശം പറയാനുള്ളത്. ഇതിനൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അത് 7000 രൂപയാണ്. അത് നിങ്ങളുടെ ഈ 2 ദിവസത്തെ യാത്ര പ്ലസ് ഈ 3 ദിവസത്തെ ക്യാമ്പ്, താമസം, ഭക്ഷണം എല്ലാം കൂടെ ചേർന്നിട്ടാണ്. എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വേറെയാണ്. അത് ചില ആൾക്കാർ സ്ലീപ്പറിലായിരിക്കും വരിക, ചില ആൾക്കാർ 3rd AC ആയിരിക്കും, ചില ആൾക്കാർ 2nd AC ആയിരിക്കും, ചില ആൾക്കാർ ഫ്ലൈറ്റിലായിരിക്കും വരിക, ചില ആൾക്കാർ ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ക്യാമ്പ് ഫീസ് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം, നടന്നു വരണമെങ്കിലും വരാം. ഓക്കെ. അപ്പൊ വരുന്നത് അത് പൂനെ ആശ്രമത്തിൽ വരേണ്ട ആൾക്കാർക്ക് വന്നിട്ട് അവിടുന്ന് ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കും. ലാസ്റ്റ് ദിവസം നമ്മൾ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ചില ആൾക്കാരെ ഇവിടെ വന്നത് കൊണ്ട് ഷിർദിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, പണ്ഡിരിപ്പൂർ പോകുന്ന ആൾക്കാരുണ്ട്. അത് അവരവര് തന്നെ പ്ലാൻ ചെയ്ത് പോകാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വല്ല ടാക്സി വല്ലതും വിളിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു തരും. വൈകുന്നേരം 24-ാം തീയതി വൈകുന്നേരം പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ഇതാണ് പറയാനുള്ളത്. ഹരി, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നന്നായി. ഹരി. ഇത് ജസ്റ്റ് കൺഫേം മലയാളത്തിൽ തന്നെ അല്ലേ എല്ലാ പ്രോഗ്രാം? മലയാളത്തിലാണ്. ഒരു ക്ലാസ്, അതായത് ഒരു ടെക്സ്റ്റ് ഞാനായിരിക്കും എടുക്കുന്നത്. വേറൊരു ബ്രഹ്മചാരി ഉണ്ടായിരിക്കും, അദ്ദേഹവും 1-2 സത്സംഗങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഓൾറെഡി 10-40 പേരായിട്ടുണ്ട്. നമുക്ക് എത്ര പേരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഒരു വലിയ കൺവെൻഷൻ ഒരു വിഷൻ സെന്റർ ആണത്. അപ്പൊ അത് കാരണം ആൾക്കാരുടെ എണ്ണത്തിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇനി അവിടെ വരുന്നതിന്റെ ഇത് മാത്രമേ നമുക്ക് ഇതുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മൾ. ഓക്കെ, ശരി. ഹരിയോ. അപ്പൊ ഇന്ന് 12-ാമത്തെ അധ്യായത്തിന്റെ വിശ്ലേഷണം നമ്മൾ കേട്ടു. ഇനിയും അടുത്ത ചാപ്റ്ററില് സ്വാമിജിക്ക് ഫ്രീ ആവുമ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലെ എക്സ്പ്ലനേഷൻ കേൾക്കാം. ഇത്ര നേരം നമ്മളോട് വളരെ ലളിതമായി ഭക്തിയെ പറ്റി പറഞ്ഞു തന്ന സ്വാമി സുധീർ ചൈതന്യജിക്ക് എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കുകൊണ്ട എല്ലാവർക്കും നന്ദി. കല്യാണ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.